കരുവന്നൂർ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പ് കഥകൾ നാം കേൾക്കുന്നതിനിടയിലാണ് കുറച്ചു കാലം മുൻപ് കണ്ടലയിലെ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നത്. അതും സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിച്ച ഒരു തട്ടിപ്പ് കേസാണല്ലോ. അതിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ BJP അത് ഇഷ്യൂ ആക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വിഷയമായത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പതനമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി വളരെ ബുദ്ധിപരമായിട്ട് ആ കരുവന്നൂരിലെ ആ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കുമ്പോൾ എനിക്ക് തൃശ്ശൂരിനെ വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അപ്പം കരുവന്നൂരിലെ ED അന്വേഷണം ഏകദേശം ഒരു അവസാന ഘട്ടത്തിൽ എത്തി. പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ പലരും തൂക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കാണ് ആ വോട്ട് നമുക്ക് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാനായത്. ഇതിന് സമാനമായിട്ടാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ നമ്മൾ ഒരു 50 വർഷത്തെ ഇലക്ഷൻ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 60 വർഷത്തെ ഇലക്ഷൻ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഒരിക്കലും 2ാം സ്ഥാനം പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് കാട്ടാക്കട മണ്ഡലം. കാട്ടാക്കട മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഈ നമ്മുടെ കണ്ടള ബാങ്ക്. അപ്പോൾ ഈ കണ്ടള ബാങ്കിൻ്റെ ഇഷ്യൂ കൊണ്ട് മാത്രമായിരിക്കണം, കാര്യം കാട്ടാക്കടത്തെ സമുദായ മത സന്തുലനങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും BJPക്ക് ഒരു മുൻഗണന കിട്ടാത്ത സ്ഥലവും ഒരു മുന്നോട്ടുള്ള ഒരു യാത്ര അവർ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലവുമായിരുന്നു കാട്ടാക്കട. പക്ഷേ കാട്ടാക്കട എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ സിമിലാരിറ്റീസ് നോക്കുമ്പോഴത്തേക്ക് കരുവന്നൂർ എങ്ങനെയാണോ സുരേഷ് ഗോപിയെ തുണച്ചത്, അതേപോലെ കാട്ടാക്കടയിലെ കാട്ടാക്കട മണ്ഡലത്തെയും തുണച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. കാര്യം കോപ്പറേറ്റീവ് ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് CPM ഭരണത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ നിക്ഷേപത്തിലോട്ട്, അതായത് അവരെ അടിവയറ്റിൽ തൊഴിക്കുന്ന ഒരു അവസരം വന്നപ്പോഴത്തേക്ക് അവർക്ക് കോൺഗ്രസിലോട്ട് താല്പര്യമില്ലാതായി. അങ്ങനെയാണ് അവർ BJPക്ക് വോട്ട് ചെയ്തതെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ഇപ്പോൾ കണ്ടള ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ബാസുരാങ്കനെയും മകനെയും ഇതുമായിട്ട് അറസ്റ്റ് ചെയ്യുകയും അവരുടെ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും ഈ കണ്ടുകെട്ടിയ വസ്തുക്കളെല്ലാം ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റായിട്ട് അവർ ബാങ്കിനെ ഏൽപ്പിക്കുകയും ചെയ്യും. കരുവന്നൂർ ഇവർ ED കണ്ടുകെട്ടിയ വസ്തുക്കൾ കരുവന്നൂറുള്ള ബാങ്ക് ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അതിനെ സംബന്ധിച്ച് അത് തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ വലിയ സൈബർ ആക്രമണമാണ്. അതെ, അപ്പം സുരേഷ് ഗോപി എന്റെ നെഞ്ചത്തത് കയറിക്കോളാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഈ ആൾക്കാരുടെ നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു പിടിക്കാൻ മാത്രമേ EDക്ക് സാധിക്കത്തുള്ളൂ. ED ഈ തുകകൾ കോടതിയിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ അതല്ലെങ്കിൽ കോടതിയുടെ ഡയറക്ഷനോടെ ഇത് തിരിച്ച് ഏറ്റുവാങ്ങേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ സഹകരണ വകുപ്പും ബാങ്കും ഒക്കെയാണ്. ആ പ്രോസസ്സ് അവർ ചെയ്യുന്നില്ല. കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോകുമോ എന്നൊരു പേടി CPM സർക്കിളിനകത്ത് വീണ്ടും. ഇപ്പം CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന ശ്രീ രാധാകൃഷ്ണൻ MP ഉൾപ്പെടെയുള്ളവർ പെട്ടുപോകുന്നൊരു കേസാണ് കരുവന്നൂരത്തെ കേസ്. അപ്പോൾ തിരുവനന്തപുരത്തും ഈ അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ BJP ഉപയോഗിക്കേണ്ട ഒരു തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളാണ്. ഈ ബാങ്കുകളിൽ പലയിടത്തും എല്ലായിടത്തും പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. കാര്യം പാർട്ടിയുടെ ഓരോ പരിപാടികൾക്കും അവരുടെ ശുപാർശകൾക്കും അനുസരിച്ചിട്ട് ബാങ്ക് ഭരിക്കുന്ന സമിതി ധാരാളം പൈസ പലയിടത്തായിട്ട് വകമാറ്റി ചിലവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സഹകരണ വകുപ്പിൽ ഒരു സംവിധാനം ഇല്ല. കാര്യം ഈ പാർട്ടിയുടെ ഒരാൾ തന്നെയാണ് സഹകരണ വകുപ്പ് മന്ത്രിയും പാർട്ടിക്ക് ഇഷ്ടമുള്ള ആളെയാണ് ജില്ലാ രജിസ്ട്രാറായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ വിജിലൻസ് വകുപ്പിൽ ഇത് അന്വേഷിക്കാനുള്ള സംവിധാനമില്ല. കാര്യം ഇവർക്ക് സ്വന്തമായിട്ട് വിജിലൻസ് വകുപ്പ് ഉള്ളതുകൊണ്ട് വിജിലൻസ് ഈ കേസുകൾ അന്വേഷിക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കെതിരായിട്ടുള്ള നടപടികൾ ഒരിടത്തും എത്താൻ നിൽക്കുകയാണ്. BJPയുടെ ചില ബാങ്കുകൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കറിയാം. പക്ഷേ ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായ മൊത്തം പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് BJP ഭരിക്കുന്ന ബാങ്കുകളിലുണ്ടായ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ്. അപ്പോൾ ഇത് അവർ മാറ്റിവെച്ചിട്ട് കാരണം അമിത്ഷായുടെ കയ്യിലാണ് ഇപ്പോഴ് സഹകരണ വകുപ്പ്. യഥാർത്ഥത്തിൽ സഹകരണ വകുപ്പ് ഒരു
കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായിട്ടുള്ള അധികാര പരിധിയുള്ള കൺകറന്റ് ലിസ്റ്റിലുള്ള വകുപ്പായിരുന്നു. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെയാണ്. പക്ഷേ ഈ അമിത്ഷാ, ഈ ശരത് പവാറിന്റെ കാലം വരെ ഈ സഹകരണ വകുപ്പിൽ കേന്ദ്ര ഇടപെടലുകൾ അധികമായിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ അമിത്ഷാ വന്നു, പുതിയ സഹകരണ നിയമമൊക്കെ ഉണ്ടാക്കി ഇതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ അമിത്ഷായുടെ റഡാറിന് കീഴിലാണ്. അപ്പോൾ ഇതിൽ ശക്തമായിട്ടുള്ള നടപടി BJP ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഏകദേശം ഒരു പ്രതിസന്ധിയിലാവും. അങ്ങനെ പ്രതിസന്ധിയിലാവണമെന്നും ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഭാവി നശിക്കണമെന്നും ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഈ രംഗത്ത് ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്. ഈ രംഗത്തൊരു ശുദ്ധീകരണം ഉണ്ടായാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ കിട്ടാനുള്ള വോട്ടുകൾ കിട്ടത്തുള്ളൂ. കാട്ടാക്കടയുടെ മോഡൽ അല്ല, ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുമെങ്കിലും അതൊരു പ്രവൃത്തിയിലേക്ക് BJP എത്തിക്കുന്നില്ലെന്നൊരു ആരോപണമുണ്ടല്ലോ. ഉണ്ട്. അത് BJPക്ക് ഒരു ആക്ഷൻ പ്ലാൻ. ഇപ്പോൾ നമ്മൾ ശ്രീ ചന്ദ്രശേഖർ ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴത്തേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ് നിലമ്പൂർ ഇലക്ഷൻ. ഇപ്പം നിലമ്പൂർ ഇലക്ഷനിൽ നമുക്ക് വളരെ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ മത്സരിക്കേണ്ട എന്നായിരുന്നു ശ്രീ ചന്ദ്രശേഖർജിയുടെ ആദ്യത്തെ തീരുമാനം. പക്ഷേ ഈ മത്സരിക്കാനും മത്സരത്തോടനുബന്ധിച്ചുള്ള പിരിവിലുമൊക്കെ ടേസ്റ്റ് പിടിച്ച കുറേ ആൾക്കാർ ആ പാർട്ടിക്കകത്തുമുണ്ട്. അപ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി നിർത്തേണ്ടി വന്നത്. അപ്പം BJPയുടെ നയരൂപീകരണത്തിൽ ചില തൽപര കക്ഷികൾ ഒരിക്കലും BJP സംസ്ഥാന പ്രസിഡന്റിന് ഒരു ഫ്രീ ഹാൻഡ് നൽകാത്തിടത്തോളം കാലം BJPക്ക് ഒരു സീറ്റ് എന്നുള്ള ഒരു ചിന്ത പോലും വളരെ ദൂരെയാണ്. അപ്പോൾ ഇത് നമുക്ക് കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള കാട്ടാക്കട ഒരു മോഡലായിട്ട് എടുക്കുകയാണെങ്കിൽ BJPക്ക് ജയിച്ച 11 കഴിഞ്ഞ തവണ 1ാം സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും അവർക്ക് പിടിക്കണമെങ്കിൽ സഹകരണ വകുപ്പിലുള്ള അവരുടെ പിടി ശക്തമാക്കിയാലേ പറ്റൂ. സഹകരണ വകുപ്പിൽ നടക്കുന്ന അഴിമതിയും അതിലെ സ്വജനപക്ഷപാതവും അതിലുള്ള വായ്പകളും ഒരേ ആളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ 10ഓളം വായ്പകൾ കൊടുത്ത അവസ്ഥയുണ്ട്. ഒരാളുടെ വസ്തുവിൻ്റെ ജാമ്യത്തിൽ 10ഓളം വായ്പകളും കൊടുക്കും. കാര്യം സെക്രട്ടറിയും ഭരണസമിതിയും മാത്രമേ ഇത് അറിയുന്നുള്ളൂ. ഈ CPM ഭരിക്കുന്ന സംഘടനകളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഘടനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ എല്ലാ അംഗങ്ങളും CPMൻ്റെ ആൾക്കാരാണ്. നമ്മൾ ആന്തൂർ മുനിസിപ്പാലിറ്റി പോലെയാണ്. പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ആ രീതിയിൽ അവരാക്കി തീർക്കും. എല്ലാ സീറ്റുകളും CPMനും CPIക്കും മാത്രമുള്ള LDFന് മാത്രം സീറ്റുകളുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഉള്ളത്. അതേസമയം ശ്രീ നമ്മളവിടെ ഓർക്കേണ്ടത് ശ്രീ MP രാഘവൻ സഹകരണ മന്ത്രി ആയിരുന്നപ്പോഴത്തേക്കാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ഒരു വലതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു നവീകരണം നടന്നതും കുറെ ക്ലീനിങ്. സാധാരണക്കാരിൽ നിന്ന് പണം പിഴിയാനുള്ള ഒരു വകുപ്പായി സഹകരണ ബാങ്കുകളെ കാണുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടിയുടെ CPMന്റെ ചെലവിനുള്ള പൈസ കണ്ടുപിടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് മുസ്ലിം ലീഗും പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ റൈസ് ചെയ്യാത്തത്. മുസ്ലിം ലീഗിൻ്റെയിലും ചില അപാകതകൾ വന്നിട്ടുണ്ട്. ഈ BJPയുടെയും ചില ബാങ്കുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ബാക്കിയുണ്ട്. ഇത് നമ്മൾ സമഗ്രമായിട്ട് ഈ സഹകരണ മേഖല BJP വിചാരിച്ചാൽ അതിനകത്ത് ഉള്ള ക്രമക്കേടുകൾ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. അത് BJPക്ക് കേരളത്തിൽ അധികാരത്തിനടുത്ത് വരെ എത്താൻ ഉള്ള ഒരു സീറ്റുകൾ 20ഓളം സീറ്റുകൾ അവർക്ക് കിട്ടണമെങ്കിൽ ഈ സഹകരണ മേഖലയെ അവർ നല്ലവണ്ണം ശ്രദ്ധിച്ചാലേ സാധിക്കുകയുള്ളൂ. BJPയുടെ അജണ്ട സെറ്റ് ചെയ്യുന്ന ഇലക്ഷൻ അജണ്ട സെറ്റ് ചെയ്യുന്ന ചിലരുണ്ട്. അവർ ഇലക്ഷൻ സമയത്ത് അവർ ചില അജണ്ട സെറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് പോകും. പലപ്പോഴും BJPക്ക് ലഭിക്കേണ്ടിയിരുന്ന പല സീറ്റുകളും അവർക്ക് കിട്ടാതെ പോയതിൻ്റെ കാരണം സീറ്റ് നിർണയത്തിലെ അപാകതകളും കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി ഇല്ലാത്തതും. ചില മണ്ഡലങ്ങളിൽ അവർക്ക് കിട്ടത്തില്ല എന്നറിയാം, എന്നാൽ അതിനനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കില്ല. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.